ഹലോ എവരി വൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 72/2025 എ കോഡാണ് നമ്മൾ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതിയ എല്ലാവരും തന്നെ ആൻസേഴ്സ് ഒന്ന് നോക്കി വയ്ക്കുക, നിങ്ങളുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിനൊക്കെ എറേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ചലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ പോർച്ചുഗീസ് റിലേഷൻ വിത്ത് കേരള എന്നുമായിട്ട് ചോദിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ കേരളവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് യൂറോപ്യൻ പവർ വാസ് ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ഡച്ച്. മൂന്നാമത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഹോർത്തൂസ് മലബാർ കേസും അതുപോലത്തെ കൊടുത്തിരിക്കുന്നതാണ്. ആൻസർ വരുന്നത് മൂന്നിലത് ഓപ്ഷൻ എ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള അണ്ടർ EMS നമ്പൂതിരിപ്പാട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തേതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി എന്നുള്ളതാണ് കേട്ടോ. ജോസഫ് ഉണ്ടശ്ശേരി വാസ് ദ മിനിസ്റ്റർ ഓഫ് ഫോർ എഡ്യൂക്കേഷൻ, അതുപോലെ KR ഗൗരിയമ്മ വാസ് ദ മിനിസ്റ്റർ ഓഫ് ലാൻഡ് റവന്യൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൻസബ്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ഓപ്ഷൻ ബി ആണ്, അക്ബർ ആണ് മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ബൈ വിച്ച് ആക്ട് ഡിഡ് ദ ബ്രിട്ടീഷ് ക്രൗൺ ടേക്ക് ഓവർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ് കേട്ടോ. വർഷം കൊടുത്തിട്ടില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ്. റൗലത്ത് ആക്ട് കൊടുത്തിട്ടുണ്ട്, ഗാന്ധി ഇർവിൻ പാക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, നെഹ്റു റിപ്പോർട്ട്. 7ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ലാസ്റ്റ് വൺ ആണ്, 3, 1, 4, 2 എന്നുള്ളതാണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് മലയാളം ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് 8th ക്വസ്റ്റ്യൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ 20 പോയിന്റ് പ്രോഗ്രാം. 20 പോയിന്റ് പ്രോഗ്രാം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. 8ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ദിരാഗാന്ധി. 9ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. വേൾഡ് ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 9ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ലാസ്റ്റ് വൺ ആണ്. A 2, B 4, C 1, D 3 എന്നുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് വർ ദ സിഗ്നേറ്ററീസ് ഓഫ് അറ്റ്ലാന്റിക് ചാർട്ടേഴ്സ്. ആരൊക്കെയായിരുന്നു സിഗ്നേറ്ററി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. 1, 3 മാത്രം, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ. 11 വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള എന്താണ് കാരണം എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, റിവർ ഡെപ്പോസിഷൻസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ കോണ്ടൂർ ഇന്റർവൽസ് ഓൺ എ ടോപ്പോഗ്രഫിക് മാപ്പ് റെപ്രസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ ദ എലിവേഷൻ ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13 ഇൻ വിച്ച് റീജിയൻ ഓഫ് ഇന്ത്യ ആർ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് predominantly ഫൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 13ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെമി അരിഡ് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് ഹരിയാന. 14ാമത്തെ ക്വസ്റ്റ്യൻ ദ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇൻ കേരള ഇസ് റിനൗഡ് ഫോർ കൺസർവിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. 15 വിച്ച് 2 മൗണ്ടൻ റേഞ്ചസ് ഡു ദ പാലക്കാട് ഗാപ്പ് സെപ്പറേറ്റ്സ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ് എന്നായിരുന്നു ചോദിച്ചത്. 15ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നീലഗിരി ഹിൽ റേഞ്ചസ് ആൻഡ് നെല്ലിയാമ്പതി ഹിൽ റേഞ്ചസ് കേട്ടോ. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ്. എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 16ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വൈഡനിങ് ഇൻകം ഇൻഇക്വാളിറ്റി എന്നുള്ളതാണ് കേട്ടോ. 17 ദ RBI's ഡിസിഷൻ ടു റെഡ്യൂസ് ദ ക്യാഷ് റിസർവ് റേഷ്യോ പ്രൈമർലി എയിംസ് ടു റെഡ്യൂസ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. CRR റെഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 17ാമത്തത് ഓപ്ഷൻ സി ആണ്, ഇൻക്രീസിംഗ് ലിക്വിഡിറ്റി. 18 എ സൈമിൾട്ടേനിയസ് റൈസ് ഇൻ GDP ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് സജസ്റ്റ്. ആൻസർ വരുന്നത് 18ന്റെ ഓപ്ഷൻ ബി ആണ്, ഗവൺമെന്റ് ഈസ് ഫോളോയിങ് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്നുള്ളതാണ്. 19 വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് മെഷേഴ്സ് ടു ഇവാലുവേറ്റ് ദ വെൽഫെയർ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. 19ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, HDI കേട്ടോ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. 20ാമത്തെ ക്വസ്റ്റ്യൻ അസേർഷനും റീസണുമാണ്. ആൻസർ വരുന്നത് 20ന്റേത് ഓപ്ഷൻ സി ആണ്, A ഈസ് ട്രൂ ബട്ട് R ഈസ് ഫാൾസ്. നീതി ആയോഗ് എംഫസൈസസ് ബോട്ടം അപ്പ് പ്ലാനിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം അല്ല, ബോട്ടം ടു ടോപ്പ് എന്നുള്ള രീതിയിലാണ് നീതി ആയോഗ് വരുന്നത്. പക്ഷെ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അലോക്കേറ്റ് ചെയ്തിട്ടില്ല, ഫൈനാൻഷ്യൽ റിസോഴ്സിന് വേണ്ടിയിട്ടൊന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്ത് ചെയ്തിട്ടില്ല, അലോക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. 21 ഹു അഡ്മിനിസ്റ്റർ ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ്. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 22ാമത്തെ ക്വസ്റ്റ്യൻ ഹു ഈസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് കേട്ടോ. 23 ഇൻ വിച്ച് ഇയർ ദ റൈറ്റ്
ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് 2005. 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ പവർ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഫാൾസ് അണ്ടർ വിച്ച് ജൂറിസ്ഡിക്ഷണറി ലിമിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24ലെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒറിജിനൽ അധികാര പരിധി എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് എ ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിൽ വരുമ്പോൾ സി ഓപ്ഷനും മലയാളത്തിൽ അത് എ ഓപ്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ. If a panchayat is dissolved, the elections are to be held within a period of ഏത് പീരീഡിലാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 6 months. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ആവാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 26ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം കേട്ടോ. 27 ദ പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അമെൻമെന്റിനെ പറ്റിയിട്ട് ഏത് പാർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്? 27 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പാർട്ട് 20. 28ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻ ഏതിനകത്താണ് പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 52ാമത്തെ അമെൻമെന്റ്. 29 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പാർലമെന്റ് കുഡ് നോട്ട് അമെൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞത് ഏത് ജഡ്ജ്മെന്റിലാണ്? 29ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗോലക്നാഥ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 എന്നുള്ളതാണ് കേട്ടോ. 30 73rd അമെൻമെന്റ് ആക്ട് ഇമനേറ്റ്സ് ഫ്രം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 40. 31 Which work is known as the first Malayalam travelogue written in prose? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ 31ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, വർത്തമാന പുസ്തകം കേട്ടോ. 32 Which translation work was published by A.R. Rajaraja Verma in 1895 without using any ദ്വിതീയാക്ഷര പ്രാസ? 32ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേഘദൂതം കേട്ടോ. 33 The largest mural painting ever seen in Kerala is reputed to be in Krishnapuram Palace. What is the subject of that mural painting എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 33 ആൻസർ വരുന്നത് ഗജേന്ദ്ര മോക്ഷം എന്നുള്ളതാണ്. 34 Who is the Malayalam poet who initiated the establishment of Kerala Kalamandala? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വള്ളത്തോൾ. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓടക്കുഴൽ, രണ്ടാം മൂഴം, ഒരു ദേശത്തിന്റെ കഥ, കയർ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. 35ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. എ 3, ബി 4, സി 1, ഡി 2 എന്നുള്ളതാണ്. 36 ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം ഹു ബോൺ ഇൻ ദ മന്ത് ഓഫ് ജൂൺ 1847. ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ ന്യൂസ് പേപ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ന്യൂസ് പേപ്പറാണ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഇ ആണ്, രാജ്യസമാചാരം കേട്ടോ. 37 വിച്ച് ചവിട്ട് നാടകം ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ചവിട്ട് നാടകം പെർഫോംഡ് ഇൻ കേരള? 37ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, കാൾമാൻസ് ചരിതം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 38 ഇൻ വിച്ച് സ്പോർട്ട് ഈസ് ദ ടേം ബോഗി യൂസ്ഡ്? ബോഗി ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോൾഫ്. 39 ഹു വാസ് ദ കോച്ച് ഓഫ് ദ ഇന്ത്യസ് മെൻസ് ഹോക്കി ടീം ഡ്യൂറിംഗ് ദ ടോക്കിയോ 2020 ഒളിമ്പിക്സ്? ആൻസർ വരുന്നത് 39ന്റെ ആൻസർ ബി ആണ് കൊടുത്തിരിക്കുന്നത്, ഗ്രഹാം റെയ്ഡ് എന്നുള്ളതാണ്. 40 വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദ 2028 സമ്മർ ഒളിമ്പിക്സ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലോസ് ഏഞ്ചലസ് കേട്ടോ. 41 വിച്ച് മെമ്മറി യൂണിറ്റ് ഈസ് ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് ടു ദ CPU ഇൻ ദ മെമ്മറി ഹൈറാർക്കി? ആൻസർ ഓപ്ഷൻ എ ആണ്, കാഷെ മെമ്മറി. 42ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിനക്സ്. 43 വിച്ച് ട്രാൻസ്മിഷൻ മീഡിയം ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ബാൻഡ്വിഡ്ത്ത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ? ആൻസർ ഓപ്ഷൻ സി ആണ്, ഒപ്റ്റിക്കൽ ഫൈബർ. 44 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വേൾഡ് വൈഡ് വെബ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആക്സസിംഗ് മൾട്ടിമീഡിയ കണ്ടന്റ് ആൻഡ് ഡോക്യുമെന്റിംഗ് യൂസിംഗ് ഹൈപ്പർ ലിങ്ക്സ് എന്നുള്ളതാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സെക്ഷൻ ഓഫ് ദ IT Act 2000 ഡീൽസ് വിത്ത് ദ പണിഷ്മെന്റ് ഓഫ് പണിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ഫോം? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 67. 46ാമത്തെ ക്വസ്റ്റ്യൻ. മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 46ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. 47 മീഥേൻ ഹാസ് എ ലോവർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ദാൻ ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? മീഥേനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 47ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ, 1, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ
കാർബൺ ഫ്ലൂറോ കാർബൺസും നൈട്രസ് ഓക്സൈഡിനും എന്താണ് ഗ്ലോബൽ വാർമിംഗ് എഫക്റ്റ് മീഥേനെക്കാട്ടിലും കൂടുതലാണ് ഉള്ളത്. മീഥേൻ ഇവർക്കാളും കുറവാണ് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസിറ്റു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ് ആർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് 48ൻ്റെത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം നാഷണൽ പാർക്സ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സും അതുപോലെ സാങ്ച്വറീസും എന്താണ് ഇൻസിറ്റു ബയോഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 2 ഓൺലി എന്നുള്ളതാണ്, പ്ലാസ്റ്റിക്സ് ആൻഡ് മൈക്രോ പ്ലാസ്റ്റിക്സ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, യൂറോട്രിഫിക്കേഷൻ ഈസ് കോസ്ഡ് ബൈ എക്സസീവ് ഇൻപുട്ട് ഓഫ്. യൂറോട്രിഫിക്കേഷൻ എന്തിന്റെ എക്സസീവ് ഇൻപുട്ട് ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ഫോസ്ഫറസും അതുപോലെ തന്നെ നൈട്രജനുമാണ് കേട്ടോ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാത്സ് ആണ്. ആൻസേഴ്സ് മാത്രമായിട്ട് വായിച്ചു പോകാം കേട്ടോ. 51 എന്ന് പറയുന്നത് ഇഫ് x-4, x-2 and x's are prime then x plus 2 is. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ കോമ്പോസിറ്റ് വിച്ച് ഈസ് സ്ക്വയർ ഓഫ് ആൻ ഇൻഡിജർ. 52 ഇഫ് ഇൻക്രീസിംഗ് 10 by x% gives the same value as decreasing 30 by x% then what is x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 52ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 50. 53 ഡയമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ വരുന്നത് 53ൻ്റെത് ഓപ്ഷൻ എ ആണ്, 2420. 54ാമത്തെ ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 54ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 50,000. 55 റേഷ്യോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. 55ന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, 1250. 56 വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 56ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, 3 days എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 57 സർക്കിളിന്റെയും റെക്ടാംഗിളിന്റെയും ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 57ന്റെ ആൻസർ 4.5 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ സി ആണ് ആൻസർ. 58 ഫൈൻഡ് ദ നമ്പർ വിച്ച് വെൻ ഡിക്രീസ്ഡ് ബൈ 12% ബിക്കംസ് 1760 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 58ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2000. 59ാമത്തെ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 59ന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 1% ലോസ് എന്നുള്ളതാണ്. 10% ലോസ് ആണ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ 625 raised to 0.16 into 625 raised to 0.09 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് 60ാമത്തേണ്ടത് ഓപ്ഷൻ ഡി ആണ്, PSC ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 25 കേട്ടോ. 61 ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഡേറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, റേഡിയം. 62ാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് ദ 2 നമ്പറും പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. 62ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 10/3. 63 ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 63ന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 110 ഡിഗ്രി. 64 കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 64ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വെനസ്ഡേ. 65 കോഡ് ഡീകോഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 65ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, TRRSS എന്നുള്ളതാണ്. 66 സയൻസ് മാറ്റി കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 66 എന്ന് പറയുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 4. 67 nth ടേം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 67ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 11. 68 ഡയറക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 68ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 25 കിലോമീറ്റർ. 69 എന്ന് പറയുന്നത് പൊസിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 69ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 73. 70ാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 70ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രാൻഡ് സൺ കേട്ടോ. അപ്പൊ ഇത്രയായിരുന്നു മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് വായിച്ചു പോവാം. 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈസ് 71 കിലോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. 72 ഷീ ഈസ് എൽഡർ 2 ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 72ന്റെ ആൻസർ വരുന്നത്. 73ാമത്തെ ക്വസ്റ്റ്യൻ ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ആൻസർ ഓപ്ഷൻ സി ആണ്, 6ന്റെ I എന്നുള്ളതാണ്. 74ാമത്തത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 74ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി കുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 76ാമത്തത് ഇഫ് ക്ലോസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 76ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വുഡ് ഹാവ് പാസ്ഡ്. 77ാമത്തത് കിഡ്സ് ആർ ഫോണ്ട് ഡാഷ് ഗെയിംസ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓഫ്. 77ാമത്തെ ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ് എന്താണ്? ബി ആണ് ആൻസർ, എ വെരി ഇമ്പോർട്ടന്റ് ഡേ. 79ാമത്തെ ക്വസ്റ്റ്യൻ ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് എന്നുള്ളതാണ്. ആൻസർ കൊടുത്തിരിക്കുന്നത് 79ന്റേത് ഓപ്ഷൻ സി ആണ്, ബെബി ആണ് കേട്ടോ. 80 ദ വേർഡ് സ്കാപ്പഗോട്ട് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നതാണ്. ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസ് റോങ്. 81 ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ വാഗന്റ് എന്നാണ്. 81ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ത്രിഫ്റ്റി. 82 ദ എക്സ്പാൻഷൻ സൈൻ ക്വാഡ് നോ എന്ന് മീൻ ചെയ്യുന്നത് എന്തെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 82 ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻ എസെൻഷ്യൽ കണ്ടീഷൻ. 83 കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 83ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 84 പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. 84ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വാട്ട് വാസ് ദ
ബോട്ട്. 85 ചൂസ് ദ സിംഗുലർ ഓഫ് ഡേറ്റ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. 85 ആൻസർ ഓപ്ഷൻ സി ആണ് ഡേറ്റം, DATUM എന്നുള്ളതാണ്. 86 ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് മീൻ ചെയ്യുന്നത് എന്തെന്നുള്ളതായിരുന്നു. 86 ആൻസർ ഓപ്ഷൻ സി ആണ് ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്. 87 ദ ഫ്രേസിൽ വർക്ക് പുട്ട് ഓഫ് മീൻസ് എന്തെന്നുള്ളതായിരുന്നു. 87 ആൻസർ ഓപ്ഷൻ ഡി ആണ് ടു പോസ്റ്റ്പോൺ സംതിങ് എന്നുള്ളതായിരുന്നു. 88 ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് അഡാപ്റ്റ്. 89 കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വേഴ്സ്. 90ാമത്തെ ക്വസ്റ്റ്യൻ ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ആൻസർ വരുന്നത് 90ന്റെ ഓപ്ഷൻ സി ആണ് ഹാഡ് ലെഫ്റ്റ്. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് ആണ് 10 മലയാളം കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശിപാർശ എന്നുള്ളതായിരുന്നു. 92ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിഷണനായിരിക്കുക എന്നുള്ളതാണ്. 93ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആത്മജായി എന്നാണ് കൊടുത്തിരിക്കുന്നത്. മുഖ്യത്തിന്റെ വിപരീത ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഗൗണം. അതുപോലെ തന്നിരിക്കുന്നതിൽ പഴഞ്ചൊല്ല് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 96 തെറ്റായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ്. 96 ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള വാക്യം. 97ാമത്തെ ക്വസ്റ്റ്യൻ പാമ്പ് എന്നതിന്റെ പര്യായ പദം എഴുതുക എന്നുള്ളതായിരുന്നു. 97 ഓപ്ഷൻ സി ആണ് വിലേശയം എന്നുള്ളതാണ് ആൻസർ. 98ാമത്തെ ക്വസ്റ്റ്യൻ വെണ്മ പിരിച്ചെഴുതുകയായിരുന്നു. 98ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വെൾ അധികം മാ. 99ാമത് അടിവരയിട്ട പദം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. 99ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കരടി കേട്ടോ. 100ാമത്തത് ദിഗ് അധികം നാഗൻ എന്നീ പദങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. 100ന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ദിഗ് നാഗൻ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഈസി എന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷെ ടൈം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മാത്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ് കിടക്കാനുള്ള മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാമാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ബാക്കി സബ്ജക്ട്സ് GKയും ഇംഗ്ലീഷും മാത്സും മലയാളവും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടഫായിട്ട് വന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് മലയാളമാണ് കേട്ടോ. അപ്പോൾ മലയാളം അധികം അങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നില്ല ഇത്. പിന്നെ ബാക്കിയുള്ളത് ഇംഗ്ലീഷും അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്സ് ടൈം കൺസ്യൂം ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ GKയും അത്യാവശ്യം നെഗറ്റീവ്സ് വരുത്താതെ എഴുതാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ, ഒരു 55 എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പം ഒരു കട്ട് ഓഫ് റേഞ്ച് പറയുമ്പോൾ നമുക്ക് എന്തായാലും നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ഉടരേണ്ട എക്സാം ആയിട്ട് നടക്കും. അപ്പം കൂടുതലും നോർമലൈസേഷൻ മാർക്ക് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഡിലീഷൻസ് വരുന്നതെല്ലാം കൺവേർട്ട് ചെയ്ത് ഒരു 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് മാർക്ക് ലാസ്റ്റ് ഫൈനൽ വരാറ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തും 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീഷൻ പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 45 വാങ്ങിയിട്ടുള്ളവർ അല്ലെങ്കിൽ 45+ മേളിൽ വാങ്ങിയിട്ടുള്ളവർ എല്ലാവരും എന്ത് തന്നെയാണ് സേഫ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കൂടെ ഒന്നിച്ചാണ് പറയുന്നത്. 45+ വാങ്ങിയിട്ടുള്ളവർ എല്ലാവരും എന്തായിരിക്കും മിക്കവാറും എലിജിബിൾ തന്നെയായിരിക്കും എന്നാണ് പറയാനായിട്ട് പറ്റുക. കാരണം ഫസ്റ്റ് സ്റ്റേജ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അവർക്ക് നോർമലൈസേഷൻ വന്നിട്ട് അവരെന്തായാലും അതിന് മേളിലോട്ട് കയറും. അപ്പോൾ 45 എബോവ് ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പം വന്നിട്ട് പഠിക്കാൻ നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമോശമാണ്. 2 പേപ്പേഴ്സാണ് നമുക്കുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. 45-ന് മേളിലോട്ടുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.